ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് 3rd ചാപ്റ്ററായ നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നോക്കിയാലോ. In the summer of 1945, a little 11-year-old German boy called Helmut was lying in bed when he overheard his parents discussing something in serious tone. അതായത് 1945 വസന്തകാലം, ആ ഒരു കാലഘട്ടം എന്ന് പറയുന്ന വസന്ത കാലഘട്ടമാണ്. അപ്പോൾ എന്താണ്, ഈ കുഞ്ഞുകുട്ടി, അതായത് 11 വയസ്സുള്ള ഒരു ജർമ്മൻ ബോയ് ആയ ഹെൽമത്ത് ഇങ്ങനെ ബെഡിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് യാദൃശ്ചികമായിട്ട്, അതായത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പേരൻസ് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചത്. ഓക്കെ, ഹിസ് ഫാദർ എ പ്രൊമിനൻറ്റ് ഫിസിഷ്യൻ, അതായത് എൻ്റെ അച്ഛനാവട്ടെ പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ്, deliberated with his wife whether the time had come to kill the entire family or if he should commit suicide alone. അതായത് ഭാര്യയായിട്ട് പറയുകയാണ്, അതായത് ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്, ഞാൻ എൻറ്റയർ ഫാമിലി കൊല്ലണോ അതോ ഞാൻ സ്വന്തമായി തന്നെ സൂയിസൈഡ് ചെയ്യണോ എന്ന്, ഒറ്റയ്ക്ക് സൂയിസൈഡ് ചെയ്യണോ എന്ന്. ഹിസ് ഫാദർ സ്പോക്ക് അബൌട്ട് ഹിസ് ഫിയർ ഓഫ് റിവെഞ്ച്, അതായത് എൻ്റെ അച്ഛൻ റിവെഞ്ച് എന്ന ഫിയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ എന്താണ് ഹെൽമത്തിൻ്റെ അച്ഛൻ ഹെൽമത്തിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്? Now the Alice will do to us what we did to the crippled Danjuis. അതായത് അച്ഛൻ പറയാണ്, എന്താണോ നമ്മൾ മുടന്തന്മാരോടും അതേപോലെ ജൂതമതക്കാരോടും ചെയ്തത്, അതെല്ലാം തന്നെ ആലഡ് പവേഴ്സ് നമ്മളോട് ചെയ്യും. The next day he took Helmut to the woods. അടുത്ത ദിവസം തന്നെ അയാൾ ഹെൽമത്തിനെ മരങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി. Where they spent their last happy time together. അവിടെയായിരുന്നു അവർ അവസാനമായിട്ട് സന്തോഷം ഒരുമിച്ച് പങ്കിട്ടത്. സിംഗിങ് ഓൾഡ് ചിൽഡ്രൻ സോങ്സ്, അതേപോലെ തന്നെ ചിൽഡ്രൻ സോങ്സ്, അതായത് പഴയ ചിൽഡ്രൻ സോങ്സ് ഒക്കെ തന്നെ പാടുകയും ചെയ്തു. ലേറ്റർ ഹെൽമത്ത് ഫാദർ ഷോട്ട് ഹിംസെൽഫ് ഇൻ ഹിസ് ഓഫീസ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഓഫീസിൽ പോയി സ്വന്തമായിട്ട് തന്നെ വെടിവെച്ച് ചത്തു. ഓക്കെ, വെടിവെച്ചു. ഹെൽമത്ത് റിമെമ്പേഴ്സ് ദാറ്റ് ഹി സോ ഹിസ് ഫാദേഴ്സ് ബ്ലഡി യൂണിഫോം ബീങ് ബേൺഡ് ഇൻ ദ ഫാമിലി ഫയർ പ്ലേസ്. ഹെൽമത്ത് ഓർക്കുന്നുണ്ട്, അതായത് അവൻ കണ്ടിരുന്നു അവൻ്റെ അച്ഛൻ്റെ ചോര പുരണ്ട യൂണിഫോം ഫാമിലി ഫയർ പ്ലേസിൽ കത്തിക്കപ്പെടുന്നതായിട്ട്. സോ ട്രോമറ്റൈസ്ഡ് വാസ് ഹി ഹാഡ് ഓവർഹെഡ് ആൻഡ് വാട്ട് ഹാഡ് ഹാപ്പൻ. അവൻ ആകെപ്പാടെ പേടിയായിപ്പോയി, അതായത് അവൻ ചിന്തിച്ചതും അതേപോലെ അവൻ ഒളിച്ചിരുന്ന് കേട്ടതും എന്താണ് ഇനി നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ എന്താണ് ആകെ ഒരു ഭീതി അവൻ്റെ ഉള്ളിൽ പടർന്നു കയറി. That he reacted by refusing to eat at home for the following 9 years. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ വീട്ടിൽ ആഹാരം കഴിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. എത്ര കാലമാണ് അവൻ ആഹാരം കഴിക്കാതിരുന്നത്? 9 വർഷം. ഓക്കെ, he was afraid that his mother might poison him. അവനൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങാനും അവൻ്റെ അമ്മ വിഷം കൊടുത്ത് അവനെ കൊല്ലുമോ എന്ന്. Although Helmut may not have realized all that it meant. അതായത് ഹെൽമത്തിന് എന്താണ് ഈ സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥം, ഈ സംഭവിക്കുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ള കാര്യം എന്താണെന്നൊന്നും അവൻ മനസ്സിലാക്കിയിരുന്നില്ല. ഹിസ് ഫാദർ ഹാഡ് ബീൻ എ നാസി ആൻഡ് എ സപ്പോർട്ടർ ഓഫ് അഡോൾഫ് ഹിറ്റ്ലർ. അവൻ്റെ അച്ഛനാവട്ടെ നാസിയായിരുന്നു, അതേപോലെ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഒരു സപ്പോർട്ടറുമായിരുന്നു. You probably know of Hitler's determination to make Germany into a mighty power and his ambition of conquering all of Europe. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം, അതായത് ഹിറ്റ്ലറിൻ്റെ ഡിറ്റർമിനേഷൻ. എന്താണ് ഹിറ്റ്ലറിൻ്റെ ഡിറ്റർമിനേഷൻ? ആ ഒരു ദൃഢനിശ്ചയം എന്ന് പറയുന്നത് ജർമ്മനിയെ ഒരു മൈറ്റി പവർ ആക്കുക എന്നത്.
ഓക്കെ, ആൻഡ് ഹിസ് ആംബിഷൻ ഓഫ് കോൺക്വറിങ് ഓൾ ഓഫ് യൂറോപ്പ്. അതുപോലെ തന്നെ യൂറോപ്പ് ഒട്ടാകെ കീഴടക്കണം എന്നും എന്തായിരുന്നു അദ്ദേഹത്തിന് ഒരു അഭിലാഷമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആട്ടെ, അതുമാത്രമാണോ? അല്ല. ഹിസ് ആംബിഷൻ ഓഫ് കോൺക്വറിങ് ഓൾ ഓഫ് യൂറോപ്പ്, അതായത് യൂറോപ്പ് ഒട്ടാകെ കീഴടക്കണം എന്നതും കൂടെ അദ്ദേഹത്തിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. യു മേ ഹാവ് ഹേർഡ് ദാറ്റ് ഹി കിൽഡ് ജൂസ്, അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അദ്ദേഹം യഹൂദന്മാരെ കൊന്നിരുന്നു. ബട്ട് നാസിസം വാസ് നോട്ട് വൺ ഓർ ടു ഐസൊലേറ്റഡ് ആക്ട്. പക്ഷേ നാസിസം എന്നത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടല്ല. ഇറ്റ് വാസ് എ സിസ്റ്റം, എ സ്ട്രക്ചർ ഓഫ് ഐഡിയാസ് അബൌട്ട് ദ വേൾഡ് ആൻഡ് പൊളിറ്റിക്സ്. ഇതൊരു സിസ്റ്റമായിരുന്നു, അതായത് ഐഡിയാസ്, അതായത് വേൾഡ് ആൻഡ് പൊളിറ്റിക്സിനെ ബന്ധപ്പെട്ട ഐഡിയാസിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ ആയിരുന്നു. Let us try and understand what Nazism was all about. വരൂ നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം, അതായത് നാസിസം എന്താണ് എന്ന്. Let us see why Helmut's father killed himself and what the basis of his fear was. നമുക്ക് നോക്കാം ഹെൽമത്തിൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്, അതേപോലെ എന്തിൻ്റെ ബേസിസിലായിരുന്നു അദ്ദേഹത്തിന് ആ പേടി ഉണ്ടായിരുന്നത്. ഓക്കെ. In May 1945, Germany surrendered to the Allies. 1945 മെയ്യിൽ എന്താ സംഭവിച്ചത്? ജർമ്മനി അലൈഡ് പവേഴ്സിനോട് കീഴടങ്ങി. ആൻറ്റിസിപ്പേറ്റിംഗ് വാട്ട് വാസ് കമ്മിങ്, അതായത് എന്താണോ വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് ഹിറ്റ്ലർ, ഹിസ് പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഗോയബൽസ് ആൻഡ് ഹിസ് എൻറ്റയർ ഫാമിലി കമ്മിറ്റഡ് സൂയിസൈഡ് കളക്റ്റീവ്ലി ഇൻ ഹിസ് ബെർലിൻ ബങ്കർ ഇൻ ഏപ്രിൽ. ഏപ്രിലിൽ ബെർലിൻ ബങ്കറിൽ വെച്ച് ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ പ്രൊപ്പഗാൻഡ മിനിസ്റ്ററായ ഗോയബൽസും അദ്ദേഹത്തിൻ്റെ എൻറ്റയർ ഫാമിലിയും കൂട്ടത്തോടെ എന്താ ചെയ്തേ? സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തു. അറ്റ് ദ എൻഡ് ഓഫ് ദി വാർ, അതായത് യുദ്ധത്തിൻ്റെ അവസാനം, ആൻ ഇൻ്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ അറ്റ് ന്യൂറംബർഗ് വാസ് സെറ്റപ്പ്. അവസാനം എന്താ സംഭവിച്ചത്? ഒരു ഇൻ്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ ന്യൂറംബർഗിൽ സ്ഥാപിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത്, സെറ്റപ്പ് ചെയ്തത്? ടു പ്രോസിക്യൂട്ട് നാസി വാർ ക്രിമിനൽസ് ഫോർ ക്രൈംസ് അഗെയിൻസ്റ്റ് പീസ്, ഫോർ വാർ ക്രൈംസ് ആൻഡ് ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. അതായത് പീസിനെതിരായ കുറ്റകൃത്യങ്ങൾ, പിന്നെ യുദ്ധകുറ്റങ്ങൾ, പിന്നെ ഹ്യൂമാനിറ്റിക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഇവയ്ക്കെല്ലാം നാസി കുറ്റവാളികളെ വിചാരണ ചെയ്യുവാനായിട്ടാണ് ഇങ്ങനൊരു സംഭവം എന്ത് ചെയ്തത്? സ്ഥാപിച്ചത്. എന്ത് സംഭവം? അതായത് ഇൻ്റർനാഷണൽ മിലിറ്ററി ട്രിബ്യൂണൽ. ഓക്കെ. ജർമ്മനീസ് കണ്ടക്ട് ഡ്യൂറിങ് ദ വാർ, especially those actions which came to be called crimes against humanity, raised serious moral and ethical questions. അതായത് ഇവിടെ പറയാണ്, യുദ്ധസമയത്ത് ജർമ്മനിയുടെ പെരുമാറ്റം, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റിക്ക് എതിരായ കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കപ്പെട്ടു. അതുപോലെ തന്നെ എന്താ സംഭവിച്ചത്? മോറൽ ആൻഡ് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് സീരിയസ് ആയിട്ട് തന്നെ റേസ് ചെയ്യപ്പെട്ടു. ആൻഡ് ഇൻവൈറ്റഡ് വേൾഡ് വൈഡ് കണ്ടംനേഷൻ. അതുപോലെ തന്നെ എന്താണ് അവർ ക്ഷണിച്ചത്? ലോകമെമ്പാടുമുള്ള വെറുപ്പ്. ഓക്കെ, ഇതാണ് അവർക്ക് ഈ ഒരു വാറിലൂടെ കിട്ടിയ ആകെ സമ്പാദ്യം എന്ന് പറയുന്നത്. വാട്ട് വർ ദീസ് ആക്ട്സ്? എന്തായിരുന്നു ഈ പ്രവൃത്തികളൊക്കെ? അണ്ടർ ദ ഷാഡോ ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ നിഴലിൽ, അതായത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അണ്ടറിൽ ജർമ്മനി ഹാഡ് വേഗഡ് ആ ജനോസൈഡൽ വാർ, അതായത് ജർമ്മനി ജനോസൈഡൽ വാർ ഏർപ്പെടുത്തി. which resulted in the mass murder of selected group of innocent civilians of the Europe. യൂറോപ്പിലെ പാവം പിടിച്ച സിവിലിയൻസ്, ഒരു കൂട്ടം സിവിലിയൻസ് ഇതിനാൽ എന്താണ്? കൊല ചെയ്യപ്പെട്ടു. The number of people killed included 6 million Jews, 2 lakh Gypsies, 1 million Polish civilians, 70,000 Germans who were considered mentally and physically disabled, besides innumerable
പൊളിറ്റിക്കൽ ഓപ്പണൻസ്. ആരൊക്കെയാണ് മരിച്ചത്? ആരൊക്കെയാണ് കൊല ചെയ്യപ്പെട്ടത്? 6 മില്യൺ ജൂയിസ്, 2 ലക്ഷത്തോളം ജിപ്സീസ്, 1 മില്യൺ പോളിഷ് സിവിലിയൻസ്, 70,000 ജർമ്മൻസ്. അതായത് ജർമ്മൻ എന്ന് പറഞ്ഞാലും ആരായിരുന്നു? അതായത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ. അതിനോടൊപ്പം പൊളിറ്റിക്കൽ ഓപ്പണൻസും മരിക്കുകയുണ്ടായി. Nazis devised an unprecedented means of killing people. നാസി അൺപ്രസിഡൻറ്റഡ് മീൻ, അതായത് ആൾക്കാരെ കൊല്ലാനുള്ള അത്ഭുതകരമായിട്ടുള്ള മാർഗങ്ങൾ ആവിഷ്കരിച്ചു. എന്തായിരുന്നു അത്? ദാറ്റ് ഈസ് ബൈ ഗ്യാസിങ് ദം ഇൻ വേരിയസ് കില്ലിംഗ് സെൻറ്റേഴ്സ് ലൈക്ക് ഓസ്വിഷ്യസ്. അതായത് അവരെ ഗ്യാസിങ് ദം, അതായത് ഓസ്വിഷ്യസ് പോലുള്ള കില്ലിംഗ് സെൻറ്ററിൽ എന്താണ് ഗ്യാസ് വിട്ട് എന്താണ് കൊല്ലുക എന്നത്. The Nuremberg Tribunal sentenced only 11 leading Nazis to death. ന്യൂറംബർഗ് ട്രിബ്യൂണലിൽ എന്താണ് 11 നാസീസിനെയായിരുന്നു വധശിക്ഷയ്ക്ക് വിധിച്ചത്. Many others were imprisoned for life. ബാക്കിയുള്ളവർ ജീവപര്യന്തം എന്താണ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. The retribution did come. പ്രതികാരം ഉണ്ടായി. എന്താണ് പ്രതികാരം ഉണ്ടാകാനുള്ള കാരണം? ഇത്രയും ആൾക്കാർ കൊല ചെയ്യപ്പെട്ടില്ലേ? അത് തന്നെ. Yet the punishment of the Nazis was far short of the brutality and extent of their crimes. അവർ ചെയ്ത ക്രൂരതയും അതേപോലെ ക്രൈമും വെച്ച് നോക്കുകയാണെങ്കിൽ നാസീസിന് കിട്ടിയ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. The Allies did not want to be a harsh on defeated Germany as they had been after the First World War. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള കാര്യം എന്താണ്? ആലീസ് ജർമ്മനിയോട് ഹാർഷായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. എവറി വൺ കെയിം ടു ഫീൽ ദാറ്റ് റൈസ് ഓഫ് നാസി ജർമ്മനി കുഡ് ബി പാർഷ്യലി ട്രേസ്ഡ് ബാക്ക് ടു ദ ജർമ്മൻ എക്സ്പീരിയൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ. അതായത് എല്ലാവർക്കും തോന്നാൻ തുടങ്ങി. എന്താണ് തോന്നി തുടങ്ങിയത്? ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാനത്തോടെ ജർമ്മനിയുടെ അനുഭവത്തിൽ ജർമ്മനിയിൽ നാസിസത്തിൻ്റെ ഉദയം ഭാഗികമായിട്ട് ഉണ്ടാകുമെന്ന്. വാട്ട് വാസ് ദിസ് എക്സ്പീരിയൻസ്? എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? അതായത് ഇങ്ങനെ എല്ലാവർക്കും തോന്നാനുണ്ടായ ആ ഒരു അനുഭവം എന്തായിരുന്നു? ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ബർത്ത് ഓഫ് ദ വിയമർ റിപ്പബ്ലിക്. വിയമർ റിപ്പബ്ലിക്കിൻ്റെ ജനനം. ജർമ്മനി ആ പവർഫുൾ എംപയർ ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് 20th century. അതായത് 20ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ ജർമ്മനി ഒരു പവർഫുൾ എംപയർ തന്നെ ആയിരുന്നു. ഫോർട്ട് ദ ഫസ്റ്റ് വേൾഡ് വാർ 1914 to 1918 അലോങ് ദ ഓസ്ട്രിയൻ എംപയർ. ആട്ടെ, ജർമ്മനി ഫസ്റ്റ് വേൾഡ് വാർ ആരോടൊപ്പമാണ് നയിച്ചത്? ഓസ്ട്രിയൻ എംപയറിനോടൊപ്പം. അതുപോലെ ആർക്കെതിരായിട്ട്? ആലിഡ് പവേഴ്സായ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യയായിട്ട്. ഓക്കെ, ഓൾ ജോയിൻഡ് ദ വാർ enthusiastically hoping to gain from a quick victory. എല്ലാവരും എന്താണ് വളരെ ഉത്സാഹപൂർണമായിട്ട് എന്താണ് ഈ വോറിൽ പങ്കെടുത്തു. എന്തിനു വേണ്ടി? വിജയം കൈവരിക്കാൻ വേണ്ടി. Little did they realize that the war would stretch on. കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നാൻ തുടങ്ങി ഈ വോറ് നീണ്ടുപോകും നിന്ന്. ഇവൻച്വലി ഡ്രെയിനിങ് യൂറോപ്പ് ഓഫ് ഓൾ ഇറ്റ്സ് റിസോഴ്സസ്. അങ്ങനെ യൂറോപ്പിലെ എല്ലാ റിസോഴ്സസും ഇല്ലാണ്ടാവാൻ തുടങ്ങി. ജർമ്മനി മെയ്ഡ് ഇനീഷ്യൽ ഗെയിംസ് ബൈ ഒക്കുപ്പൈങ് ഫ്രാൻസ് ആൻഡ് ബെൽജിയം. ജർമ്മനി ആദ്യം നേട്ടം കൈവരിച്ചു. എങ്ങനെ? ഫ്രാൻസും ബെൽജിയവും കീഴടക്കിക്കൊണ്ട്. However, the Allies, strengthened by the US entry in 1917, won defeating Germany and the Central Powers in November 1918. അങ്ങനെയിരിക്കെ ആലിഡ് പവേഴ്സ്, ആലീസ് എന്ന് വെച്ചാൽ ആലിഡ് പവേഴ്സ് ആണ്. ആലിഡ് പവേഴ്സ് 1917 USA എൻട്രി ചെയ്ത് അവരുടെ പവർ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു? 1918 നവംബർ സമയത്ത് ജർമ്മനിയെയും സെൻട്രൽ പവറിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയം കൈവരിച്ചു. The defeat of Imperial Germany and the abdication of the Emperor gave an opportunity to parliamentary parties to recast German polity.
അതായത് ഇംപീരിയൽ ജർമ്മനിയുടെ ഡിഫീറ്റ് സംഭവിച്ചു. അതേപോലെ എംപറർ ആകട്ടെ സ്ഥാനത്തിൽ നിന്ന് ഒഴിയുകയും ചെയ്തു, അതായത് രാജ്യഭരണത്തിൽ നിന്ന് ഒഴിയുകയും ചെയ്തു. ഇതെല്ലാം എന്താണ് കൊടുത്തത്? ഇറ്റ് ഗേവ് ആൻ ഓപ്പർച്യൂണിറ്റി ടു പാർലമെൻ്ററി പാർട്ടീസിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. എന്തിനു വേണ്ടി? ടു റീകാസ്റ്റ് ജർമ്മൻ പോളിറ്റി, അതായത് ജർമ്മൻ രാഷ്ട്രീയത്തെ പുനഃസ്ഥാപിക്കാൻ. നാഷണൽ അസംബ്ലി മെറ്റ് അറ്റ് വിയമ്മർ, അതായത് വിയമ്മറിൽ ഒരു നാഷണൽ അസംബ്ലി ചേരുകയും ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ ഫെഡറൽ സ്ട്രക്ചർ, ഫെഡറൽ ഘടനയുള്ള ഒരു ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. Deputies were now elected to the German Parliament or Reichstag. ഡെപ്യൂട്ടീസ് ഇപ്പോഴാകട്ടെ ജർമ്മൻ പാർലമെൻറ്റ് അല്ലെങ്കിൽ റീസ്റ്റാഗിലൊക്കെ എലക്ട് ചെയ്യപ്പെടുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഈക്വൽ ആൻഡ് യൂണിവേഴ്സൽ വോട്ട് കാസ്റ്റ്. അതായത് എന്തിൻ്റെ ബേസിസിലാണ്? ഈക്വൽ ആൻഡ് യൂണിവേഴ്സൽ വോട്ട് കാസ്റ്റിൻ്റെ ബേസിസിൽ. ബൈ ഓൾ അഡൾട്ട് ഇൻക്ലൂഡിങ് വുമൺ. ആദ്യമാകട്ടെ സ്ത്രീകൾക്ക് വോട്ടവകാശം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ എല്ലാ അഡൾട്ടും ഇൻക്ലൂഡിങ് വുമൺ പോലും വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ദിസ് റിപ്പബ്ലിക് ഹൗവർ വാസ് നോട്ട് റിസീവ്ഡ് വെൽ ബൈ ഇറ്റ്സ് ഓൺ പീപ്പിൾ, largely because of the term it was forced to accept after Germany's defeat at the end of the First World War. അതായത് ഇവിടെ പറയാണ്, ഈ റിപ്പബ്ലിക്കിൽ എന്നിരുന്നാലും സ്വന്തം ആൾക്കാരുടെ ഒരു സ്വീകാര്യതയൊന്നും അവർക്ക് വലിയ തോതിൽ കിട്ടിയിരുന്നില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ടേം ഇറ്റ് വാസ് ഫോഴ്സ്ഡ് ടു അക്സെപ്റ്റ് ആഫ്റ്റർ ജർമ്മനീസ് ഡിഫീറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ. എന്താ കാര്യം? ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാനത്തോടെ ജർമ്മനിയുടെ പരാജയത്തെ തുടർന്ന് അവർക്ക് ചില കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. ദ പീസ് ട്രീറ്റി ആക്ട്, അതായത് സമാധാനമെന്ന ഉടമ്പടി. എവിടെയാണ് ആ ഉടമ്പടി നടന്നത്? Versailles with the Allies was a harsh and humiliating peace. പീസ് അതായത് സമാധാനമെന്ന ഉടമ്പടി വെർസലീസിൽ നടക്കുകയുണ്ടായി. ആരോടൊപ്പമാണ്? ആലിഡ് പവേഴ്സിനോടൊപ്പം. അതെന്തായി മാറി? വാസ് എ ഹാർഷ് ആൻഡ് ഹ്യൂമിലേറ്റിംഗ് പീസ്. വളരെ ഹാർഷും അതേപോലെ ഹ്യൂമിലേറ്റ് ചെയ്യും വിധമുള്ള ഒരു സമാധാന പ്രസ്താവനയായിരുന്നു. ജർമ്മനി ലോസ്റ്റ് ഇറ്റ്സ് ഓവർസീസ് കോളനീസ്. ജർമ്മനിക്ക് അതിൻ്റെ വിദേശ കോളനീസ് നഷ്ടപ്പെട്ടു. A tenth of its population, പോപ്പുലേഷൻ്റെ 1/10 13% ഓഫ് ഇറ്റ്സ് ടെറിട്ടറി, 13% പ്രദേശങ്ങൾ, 75% ഓഫ് ഇറ്റ്സ് അയൺ, 75% അയണ്, 26% ഓഫ് ഇറ്റ്സ് കോൾ, 26% കോൾ. ഇവയെല്ലാം ഫ്രാൻസുമായിട്ടും പോളണ്ടുമായിട്ടും ഡെൻമാർക്ക് ആൻഡ് ലിത്വാനിയ ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതെല്ലാം നിലച്ചുപോയി, അതായത് ഇല്ലാണ്ടായിപ്പോയി, നിന്നുപോയി. The Allied powers demilitarized Germany to weaken its power. Allied powers ജർമ്മനിയുടെ ശക്തിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി എന്താ ചെയ്തത്? ഡീമിലിറ്ററൈസ് ചെയ്തു. The war guilt clause held Germany responsible for the war and damages the Allied countries suffered. എന്താ ചെയ്തത്? ആലിഡ് പവേഴ്സ് യുദ്ധ കുറ്റവാളി എന്ന ജർമ്മനിയെ മുദ്രകുത്തി. അതേപോലെ ജർമ്മനിയാണ് ആലിഡ് കൺട്രീസിന് ഉണ്ടായ നാശനഷ്ടങ്ങളിലെല്ലാം ഉത്തരവാദി എന്നും ആരോപിച്ചു. ഓക്കെ, Germany was forced to pay compensation amounting to 6 billion. അതായത് ജർമ്മനി കോമ്പൻസേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എത്ര രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാൻ നിർബന്ധിതരാക്കിയത്? 6 billion റുപ്പീസാണ് കേട്ടോ. Allied armies also occupied the resource-rich Rhineland for much of the 1920s. 1920s തന്നെ ഒട്ടുമിക്ക റൈൻലാൻഡിലെ റിസോഴ്സസും ആലിഡ് ആർമീസ് കൈവശപ്പെടുത്തി. Many Germans held the new Weimar Republic responsible for not only the defeat in the war but the disgrace at Versailles.
പല ജർമ്മൻസും എന്താ ചെയ്തത്? യുദ്ധത്തിൽ പരാജയപ്പെടുന്നതും അതേപോലെ വേഴ്സലീസിലുണ്ടായ അപമാനത്തിനും കാരണം വിയമർ റിപ്പബ്ലിക്കാണെന്ന് പറഞ്ഞു. അതായത് വിയമർ റിപ്പബ്ലിക്കാണ് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതുവരെ പറഞ്ഞു തന്നാൽ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്